ഹായ് ഓൾ, ഞാൻ ഹെലൻ. ഇതെൻ്റെ മൂന്നാമത്തെ വ്ളോഗാണ്. കഴിഞ്ഞ 2 വ്ളോഗിന് നിങ്ങൾ എന്നെ സ്നേഹത്തിന് ഒത്തിരി നന്ദി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാസ്കറ്റൂൺ ഗ്ലോയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നോക്കാം. ഗ്ലോ എന്ന് പറഞ്ഞാൽ ലൈറ്റ്സിൻ്റെ ഒക്കെ ഒരു ഫെസ്റ്റിവലാണ്. അങ്ങനെ ഞങ്ങൾ ഗ്ലോ നടക്കുന്ന സ്ഥലത്തെത്തി. ഗ്ലോ ഇൻഡോറിലാണ് സെറ്റ് ചെയ്തേക്കണത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അപ്പ, അമ്മ, ഹെയ്ഡൻ, ഹെവിൻ. എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് ഗ്ലോ തുടങ്ങുന്നത്. പല രീതിയിൽ ലൈറ്റ്സ് ഡെക്കറേറ്റ് ചെയ്തേക്കണത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവരുടെ ഞങ്ങൾക്കൊരു കാർഡ് കണ്ടാണ്. എന്നിട്ട് സാൻഡേൻ്റെ 6 ഹെൽപ്പേഴ്സിൻ്റെ പടം ഉണ്ടാണ്. അത് ഞങ്ങൾ ഒരു സ്റ്റാമ്പ് കണ്ടുപിടിച്ചിട്ട് അവിടെ റൈറ്റ് പിക്ചറിൽ അത് ഒട്ടിക്കണം. അത് അവർ ഹൈഡ് ചെയ്തിട്ടുണ്ടാണ് ഡിഫറെൻറ്റ് സ്പോട്ട്സിൽ ഞങ്ങൾ കണ്ടുപിടിച്ച് ഒട്ടിക്കാൻ. എന്നിട്ട് ഞങ്ങൾ അത് ചെയ്യുവാണെങ്കിൽ ഒരു പ്രൈസ് കിട്ടുവാണ് ഞങ്ങൾക്ക്. ഈ കാണുന്നത് ഒരു സ്നോമാൻ ആണ്. അത് ശരിക്കുള്ള സ്നോ വെച്ച് ഉണ്ടാക്കിയ സ്നോമാൻ അല്ല, അതാണെങ്കിൽ ലൈറ്റ് വെച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ മുമ്പിലുള്ള ഗേറ്റും അവർ ലൈറ്റ് വെച്ച് ഉണ്ടാക്കിയതാണ്. ശരിക്കും റിയൽ പോലെ ഉണ്ട് ഇത്. കാഴ്ച കാണുന്ന ഇടയ്ക്ക് ഞങ്ങളുടെ സ്റ്റാമ്പും നോക്കുവാണ്. അവർ ഹൈഡ് ചെയ്തേക്കുന്ന 6 സ്റ്റാമ്പും കണ്ടുപിടിച്ചാലേ ഞങ്ങളുടെ പ്രസൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത്തിരി ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സാന്റാക്ലോസിനെയും മിസ്സിസ് ക്ലോസിനെയും കണ്ടു. അപ്പം ഞങ്ങൾ അവരുടെ കൂടെ ഇത്തിരി ഫോട്ടോസൊക്കെ എടുത്ത്. സാന്റാക്ലോസ് ഒരു വലിയ ചെയറിലാണ്. സൈഡിൽ ലൈറ്റ് വെച്ച് ഉണ്ടാക്കിയ പ്രസൻസും ഉണ്ടാണ്. സാന്റേൻ്റെ കൂടെ ഇത്തിരി നേരം ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ മറ്റേ സ്നോമാൻ്റെ അടുത്തേക്കോട്ട് പോയി. ഇപ്പം ഞാനും ഹെയ്ഡനും ഹെവിയും സ്നോമാൻ്റെ അകത്ത് കൂടെ നടക്കുക. എന്നിട്ട് ഞങ്ങൾ ഈ സ്ഥലത്തേക്കോട്ട് വന്ന് ഇവരിപ്പോൾ ലൈറ്റ് വെച്ച് ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും വെള്ളം വീഴുന്നത് പോലെ ഉണ്ടാകുന്നതെന്ന്. അവിടെ നിന്ന് കുറച്ച് മാറിയപ്പോൾ ഞങ്ങൾ ഒരു കാസിൽ കണ്ടു. ആ കാസിലിൻ്റെ മുമ്പിൽ തന്നെ ഒരു യൂണിക്കോണും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വലിയ ക്രിസ്മസ് ട്രീ അവർ ലൈറ്റ് വെച്ച് ഉണ്ടാക്കിയതുണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്ത സ്റ്റാമ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചു. അവിടെ ഒരു സ്നോമാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. ഇത്തിരി ദൂരം നടന്നപ്പോൾ ഞങ്ങളൊരു മൂൺ സ്വിങ് കണ്ടു. അതിനകത്ത് ഞാനും ഹെയ്ഡനും ഹെവിയും ഇരുന്നിട്ട് ഇത്തിരി വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ അതിൻ്റെ കോൾ പാർട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഗ്ലോ ചെയ്യുവാണ്. ആ ഗ്ലോ സ്വിങ്ങിൻ്റെ സൈഡിൽ തന്നെ ലൈറ്റ് അവർ മാലയായിട്ട് തൂക്കിയിട്ടതുകൊണ്ടാണ്. ഞാനും ഹെയ്ഡനും ഹെവിയും ഓടിക്കളിക്കുവാണ്. ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. ഇട്ടത്ത് ലൈറ്റുകൾ മിന്നിക്കത്തിന് കാണാൻ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഹെയ്ഡനും ഹെവിയും ഒരു വലിയ ലൈനപ്പ് കണ്ട്. അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു വലിയ ചൂച്ചൂച്ചയും കണ്ട്. അത് ലൈറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കണതാണ്. അപ്പം ഞങ്ങളും ലൈനിൽ കയറിയിട്ട് ഞങ്ങളും അതിനകത്ത് പോയി. ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഈ റെഡ് പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ റെഡ് പൂക്കളിൻ്റെ പേര് പോയിൻസെറ്റിയസ് എന്നുമാണ്. പൂക്കളുടെ ഇടയിൽ കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഹെയ്ഡനും ഹെവിയും ഞാനും ഒരു സ്നോമാൻ കണ്ട്. ഹെയ്ഡനും ഹെവി ഓടിപ്പോയിട്ട് അതിൻ്റെ മൂക്ക് കടിച്ച്. അവരോർത്തത് അത് ശരിക്കുള്ള ക്യാരറ്റാണ്. എന്നിട്ട് അവരത് കടിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മന്ത്രത്തിൽ അവർ മനസ്സിലാക്കിയത് അതൊരു പ്ലാസ്റ്റിക് ക്യാരറ്റാണ് അവർ കടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ അടുത്ത സ്റ്റാമ്പ് കണ്ടുപിടിച്ച് പ്രൈസിനുള്ളത്. അപ്പോൾ അത് ഞാനും ഹെയ്ഡനും ഹെവിയും പെട്ടെന്ന് സ്റ്റാമ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ജിഞ്ചർ ബ്രെഡ് ഹൗസ് കണ്ടു.
അത് ലൈറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇത്രയേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഷേപ്സിൻ്റെ ഒത്തിരി ലൈറ്റ് കണ്ട്. അതിനകത്തൊക്കെ ഞങ്ങൾ സൈഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. ഇത് ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ആണ്. അപ്പോൾ ആ റെയിൻഡിയേഴ്സ് പുള്ളി ഇങ്ങനെ സാന്റേൻ്റെ സ്ലേ കണ്ടു. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ റെയിൻഡിയേഴ്സും ഉണ്ടാണേ. അപ്പം ഞങ്ങൾ അതിൻ്റെ മുമ്പിലും ഇത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. മൊത്തം 9 റെയിൻഡിയേഴ്സ് സാന്റേൻ്റെ വണ്ടി വലിക്കുന്നത്. ഓരോന്നിനും സെപ്പറേറ്റ് പേരുകളുള്ളത്. ഡാഷർ, പ്രാൻസർ, ക്യൂപ്പിഡ്, വിക്സൻ, റൂഡോഫ്. എനിക്ക് എല്ലാത്തിൻ്റെയും പേരറിയത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലാസ്റ്റ് സ്റ്റാമ്പ് കിട്ടി. ഇനി ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് എന്താ ഗിഫ്റ്റ് എന്ന് ഇതുവരെ അറിയില്ലേ. ഇതിൻ്റെ ഉള്ളിൽ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. ഞാനും ഹെവിയും അതിനകത്ത് ഒത്തിരി നേരം കളിച്ചു. ഇവിടെ ഒരു അങ്കിള് പിയാനോ വായിക്കാനുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ. ക്ലോത്ത്സും ഓർണമെൻറ്റ്സും ഒക്കെ സെല്ല് ചെയ്യുന്ന കൊച്ചു കൊച്ചു ഷോപ്സും ഉണ്ടായിരുന്നു അവിടെ. അവിടെ നിന്ന് ഞങ്ങൾക്ക് അപ്പോൾ ഗ്ലോ ഡ്രിങ്ക് വാങ്ങിച്ചു തന്നു. അതൊരു ജ്യൂസ്. അത് പക്ഷേ ഒരു ലൈറ്റ് ബൾബിൽ തരും അവർ. അതിൻ്റെ താഴെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുവാണെങ്കിൽ അത് ഗ്ലോ ചെയ്യും. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതിയെ വീട്ടിലോട്ട് തിരിച്ചു. അടുത്ത ഒരു വ്ലോഗുമായി വരും വരെ എല്ലാവർക്കും ബൈ. മേരി ക്രിസ്മസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അയ്യോ ചേച്ചി, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടിയ ബെൽ ബട്ടണും പ്രസ് ചെയ്യണേ.